ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ആത്മീകമായിട്ടും സാമൂഹികമായിട്ടും പരസ്യകോലമാക്കുമെന്നും തലകുനിപ്പിക്കപ്പെടുമെന്നും വാദിക്കുന്ന ചിലതിനകത്ത് മറുസൈഡിലൂടെ ഒരു ദൈവപ്രവൃത്തി ദൈവം അയച്ച് തല ഉയർത്തുന്ന ഒരു ദൈവികമായ ഇടപെടിയിൽ നടക്കാൻ പോകുന്നു. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നല്ലോ. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ നമ്മൾ 2 മരണങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പോവാം. ഒന്നാമത്തെ മരണം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരുത്തനായ ഈസ്കൊരിത്ത യൂദായുടെയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് യേശുവിനെ ഈ യൂദ കാണിച്ചു കൊടുത്തത്. അവൻ പണം അവൻ്റെ പക്കലായിരുന്നു. അവൻ അതിനകത്തുനിന്ന് ചില സമയങ്ങളിൽ എടുക്കുവാനും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിനകത്ത് ദ്രവ്യാഗ്രഹം എന്നുള്ള ആ പാപം കയറി. പ്രിയ ദൈവമക്കളെ, പണം കൈകാര്യം ചെയ്യുന്നത് പാപമല്ല, പക്ഷേ ഹൃദയത്തിനകത്ത് അതിന് മറ്റുള്ളതിനെക്കാട്ടി സ്ഥാനം കൊടുത്ത് അത് പിന്നത്തേതിൽ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരാനായിട്ടിടയാകരുത്. അപ്പോഴാണത് പല രീതിയിലുള്ള പാപങ്ങളിലേക്ക്, തെറ്റിലേക്ക് നയിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, പെയിനുള്ള, വേദനയുള്ള ഒരാളുടെ പൈസ നമ്മുടെ കയ്യിൽ വരരുത്. തലമുറകൾക്കത് ദോഷത്തിന് കാരണമായി തീരും. ഇവിടുത്തെ വിഷയം നിങ്ങൾ നോക്കിയേ. ഇവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് കാശ് കിട്ടുകയും ചെയ്യും, യേശു അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും, അല്ലേ? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ യേശുവിനെ കാണിച്ചു കൊടുത്തത്. പക്ഷേ യൂദായെ, നിനക്ക് തെറ്റിപ്പോയി. ആമേൻ. അതൊരു ദൈവ പ്രവചന നിവർത്തി എന്നവണ്ണമാണ് ചുംബനം കൊണ്ട് നീ കാണിച്ചു കൊടുക്കുന്നത്. ആമേൻ. നോക്കിയ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. ആമേൻ. അതിൻ്റെ 4-ാമത്തെ വാക്യം, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്ത് കളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശെടുത്ത് ഇത് രക്തവിലയാകിയ ശ്രീഭണ്ഡാരത്തിൻ്റെ വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവൻ്റെ നിലം വാങ്ങി. കണ്ടോ? ആ വെള്ളിക്കാശ് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എന്ത് ചെയ്തത്? ആമേൻ. ഹല്ലേലൂയ. കൈക്കലാക്കിയത്. പക്ഷെ അവനത് പ്രയോജനപ്പെട്ടോ? ഇല്ല. അവസാനം എന്ത് ചെയ്തു? അത് പ്രയോജനപ്പെടാതെ, ഹല്ലേലൂയ, ഭയങ്കരമായിട്ട് ആ പൈസ അത് നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അവൻ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല. അവസാനം അവൻ്റെ മനസാക്ഷി കുത്തി അവൻ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. മരിച്ചാളങ്ങ് പോയി. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇതിന് സമാധാനം പറയേണ്ടത് ആരാ? യേശുവിൻ്റെ ശിഷ്യന്മാരാ. ഈ യൂദായുടെ കൂടെ നടന്നവരാ, ഇല്ലേ? ആമേൻ. 2-ാമത്തെ മരണം, യേശുവിൻ്റെ മരണം. നോക്കിയേ, ക്രൂശി കർത്താവ് കിടക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്നെ കൈവിട്ടതെന്ത്? സകല നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത്, ആമേൻ, ഹല്ലേലൂയ, മരിക്കാൻ ദയായിത്തീർന്നു. 2 മരണങ്ങളും നടന്നു. ഒരു മരണം ദുർമരണം, 2-ാമത്തത് ആമേൻ കർത്താവിൻ്റെ മരണം ഒരു നേട്ടമാണ്. പാപികൾക്ക്, നമുക്ക്, ഹല്ലേലൂയ, ആശ്രയിക്കുന്നവർക്ക് ഒരു നേട്ടം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആ ദേശത്ത് നിന്നാവിഷയമായി തീരേണ്ട ഒരു വിഷയം, ആ ദേശത്ത് അപമാനകരമായി തീരേണ്ട ഒരു വിഷയം. ഒന്നുകൂടെ പറഞ്ഞാൽ, ശിഷ്യന്മാർക്കും യേശുവിൻ്റെയും യൂദായുടെയൊക്കെ കൂടെ നടന്നവർക്കും തല ഉയർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രതിസന്ധി. പക്ഷേ അതിലോട്ടൊന്നും കാര്യങ്ങൾ നീങ്ങിയില്ല. അതിലോട്ടൊന്നും പ്രയാസകരമായ അനുഭവം വന്നില്ല. 3-ാമത്തെ ദിവസം ഒരു ഉയർപ്പ് നടന്നു. മാനവ കുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഭൂമി വന്ന
അരുമനാഥനായ യേശുവിൻ്റെ ഉയർപ്പ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കിയേ, പരസ്യകോലമാകണ്ട, ദൈവനാമം ദുഷിക്കപ്പെടേണ്ട ആ വിഷയത്തെ, ഏതാ, യൂദായുടെ ദുർമരണത്തെ യേശുവിൻ്റെ ഉയർപ്പിലൂടെ മാറ്റിമറിച്ചെന്ന് മാത്രമല്ല, യൂദായുടെ മരണം, യൂദായുടെ സൂയിസൈഡ്, ആത്മഹത്യ ആരും ഓർത്തില്ല. പിന്നെയോ യേശുവിൻ്റെ ഉയർപ്പ് ഈ 2025 അത് അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാകാൻ, ആ ഉയർപ്പിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവം നമ്മളെ യോഗ്യരാക്കി തീർത്തതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നതോർത്ത് സ്തോത്രം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില ഇൻസിഡൻറ്റുകളിലൂടെ അങ്ങയുടെ നാമം ദൂഷിക്കപ്പെടുവാൻ പിശാച് വാദിക്കുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ, അങ്ങയുടെ കൃപ കൊണ്ട്, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അയക്കുന്ന ദൈവപ്രവൃത്തികൾ കൊണ്ട് വലിയ മാറ്റം ഉണ്ടായി. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.